എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് കേരളത്തെ ഒരു കോളനിയാക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത്? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തികൾ. അവർ വാണിജ്യ ബന്ധത്തിനാണ് ഇന്ത്യയിലെത്തിയത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുകയും അതുകൊണ്ട് കരവഴി യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലെത്താൻ കഴിയാതെയായി. 1488 ശുഭാപ്തി മുനമ്പ്, ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ ശുഭാപ്തി മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോക്ക് ചുറ്റിക്കടന്ന് ബാർത്തലോമിയോ ഡയസ് ഇന്ത്യയിലേക്ക് ഒരു വഴികാട്ടി. 1497 മാനുവൽ രാജാവ് അവിടുന്ന് പോർച്ചുഗീസ് ലിസ്ബണിൽ നിന്ന് ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. 1498 മെയ് 20 ആ സംഘം കേരളത്തിലെത്തുകയും കാപ്പാട് എന്ന സ്ഥലത്ത് ഇറങ്ങുകയും ചെയ്തു. ആ സംഘത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആദ്യമായി കേരളത്തിൽ കാലുകുത്തിയ വാസ്കോഡ് ഗാമ. അവർക്ക് എന്തുകൊണ്ട് കേരളത്തെ ഒരു കോളനിയാക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ അതിനെതിരെ ചെറുത്തുനിന്ന ഒരു വ്യക്തിയുണ്ട്, കുഞ്ഞാലി മരക്കാർമാർ. കുഞ്ഞാലി മരക്കാർമാരുടെ ഒരു സ്വാധീനം കൊണ്ട് തന്നെയാണ് അവർക്ക് കേരളത്തെ ഒരു കോളനിയാക്കാൻ പറ്റാതെ പോയത്. കാരണം അത്രയ്ക്കുമേൽ കേരളത്തിൽ അവർ പോർച്ചുഗീസ് യൂറോപ്യൻ ശക്തികൾക്കെതിരെ പോരാടുകയും ചെയ്തിരുന്നു. ലാസ്റ്റ് 1600 കുഞ്ഞാലി മരക്കാർമാരെ സാമൂതിരിമാരും പോർച്ചുഗീസുകാരും കൂടി ചേർന്ന് വധിക്കുകയാണ് ചെയ്തത്. AD 1600. എന്തുകൊണ്ടാണ് ഈ ധീരനായ കുഞ്ഞാലി മരക്കാരുടെ കഥ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വരാത്തത്? ധീരമായ ഒരുപാട് പ്രവൃത്തികളാണ് കുഞ്ഞാലി മരക്കാർ നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗീസുകാർ കേരളത്തെ ഒരു കോളനി ആക്കാതെ പോയത്.